ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ അതിനവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാരണം പാക് അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം കാശ്മീരി സോളിഡാരിറ്റി ഡേയിൽ ഹമാസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവർ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ തന്നെ എന്ത് ചെയ്യണം, ഹമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സംഭവം നടക്കുന്നതിനോടനുബന്ധിച്ച് പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടക്കുകയും 15 പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ ഇനി ഹമാസിന് പങ്കാളിത്തമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു പൂർണ്ണമായിരിക്കുന്ന പ്രത്യേകിച്ച് പറഞ്ഞാൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയം കലുഷിതമായിരിക്കുന്ന രാഷ്ട്രീയമാണ്, രക്തരൂക്ഷിതമായ രാഷ്ട്രീയമാണ്. അതിനൊരു കൃത്യത ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നേതാക്കൾ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമല്ല, അതൊരു പരീക്ഷണ ഭൂമിയാണ്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായ രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കൊന്നുമില്ല.